ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 5 അപ്പവും 2 മീനും ഉപയോഗിച്ച് യേശു കർത്താവ് വലിയൊരു പുരുഷാരത്തെ പോഷിപ്പിക്കുന്ന അതിശയ സംഭവം. 4 സുവിശേഷങ്ങളിലും ഈ ഭാഗം സുവിശേഷകർ തുല്യ പ്രാധാന്യം നൽകി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ ഈ സംഭവത്തിൻ്റെ വൃത്താന്തം വിശദീകരിക്കുമ്പോൾ ഒരു ബാലകനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച ഒരു ബാലൻ. ഈ ബാലൻ്റെ കയ്യിൽ ഈ ഭക്ഷണപ്പൊതി കൊടുത്തയച്ചത് ആരായിരിക്കും? അവൻ്റെ അമ്മയല്ലാതെ മറ്റാരുമാകാൻ വഴിയില്ല. വളരെയധികം കരുതലോടും സ്നേഹത്തോടും പങ്കുവയ്ക്കലിൻ്റെ നല്ല പാഠങ്ങൾ പകുത്തു നൽകിയ ഒരു അമ്മ. ആധുനിക സമൂഹത്തിലെ അമ്മമാർക്ക് ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അമ്മ ഒരു വെല്ലുവിളി തന്നെയാണ്. രാവിലെയും വൈകിട്ടും ട്യൂഷൻ ക്ലാസ്സുകൾ, കൂടാതെ പാട്ട് ക്ലാസ്, കരാട്ടെ ക്ലാസ്, ഡാൻസ് ക്ലാസ്. മത്സര പരീക്ഷയിൽ ഒന്നാമനാകുവാൻ, ഒന്നാമത് തൻ്റെ മക്കളെ എത്തിക്കുവാനുള്ള നെട്ടോട്ടത്തിൽ ഈ പങ്കുവയ്ക്കലിൻ്റെ പാഠങ്ങൾ നൽകുവാനായി ആധുനിക സമൂഹത്തിലെ മാതാപിതാക്കൾ മറന്നുപോകുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിതയാത്രയിൽ മാർഗമധ്യേ അടിതെറ്റി വീഴാതിരിക്കുവാനായി കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കിടലിൻ്റെയും പാഥേയങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കണം. തിബരിയാസിൻ്റെ കരയിലുള്ള വിജനമായ പ്രദേശത്തേക്ക് ഏകാന്തത തേടിക്കൊണ്ട് യാത്ര ചെയ്യുന്ന യേശു കർത്താവിനെ വലിയൊരു പുരുഷാരം വളരെയധികം പ്രതീക്ഷയോടെ പിൻചെല്ലുന്നു. രോഗസൗഖ്യത്തിനായും കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യവാക്കൾ ശ്രദ്ധിക്കുവാനായും അതിലൂടെ മനഃശാന്തി ലഭ്യമാകുന്നതിനുമായിട്ടാണ് ഈ വലിയ പുരുഷാരം കർത്താവിനെ പിൻചെല്ലുന്നത്. ഈ വലിയ പുരുഷാരത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുവാനായി ചില പരിഹാര മാർഗങ്ങൾ ശിഷ്യന്മാർ നിർദ്ദേശിക്കുമ്പോൾ അവയെ തീർത്തും അവഗണിച്ചുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. യേശു കർത്താവ് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുവാണ്, കരുതലുള്ളവനാണ് എന്നീ ഭാഗം വ്യക്തമായി നമ്മളെ മനസ്സിലാക്കുന്നു. നമ്മൾക്കറിയാം, മനുഷ്യൻ അധ്വാനിക്കുന്നത്, നാളെയെക്കുറിച്ച് ചിന്താകുലപ്പെടുന്നത് അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ ഭക്ഷണത്തിനുള്ള പോംവഴി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഈ കർത്താവ് അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നു, കരുതുന്നു. 147-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പിതാവായ ദൈവത്തെക്കുറിച്ച് അവിടെ വ്യക്തമാക്കുന്നു. അവൻ നക്ഷത്രങ്ങൾക്ക് പേര് നിശ്ചയിക്കുകയും അവയെ എണ്ണിത്തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം മനസ്സ് തകർന്നവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ മുറിവുകളെ വെച്ച് കെട്ടുകയും ചെയ്യുന്ന ഒരു കർത്താവ്. ഈ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളിൽ കരുതുന്ന ദൈവമാണ്. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി തൻ്റെ അനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു പുസ്തകത്തിൽ വായിക്കുവാനായിട്ട് ഇടയായി. മെസപ്പൊട്ടോമിയയിൽ കൂടി തിരുമേനി യാത്ര ചെയ്യുമ്പോൾ വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. ഡ്രൈവർ പഠിച്ച പണി 18 നോക്കിയിട്ടും ആ കാറ് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. കടുത്ത ചൂടും അസഹനീയമായ മണൽക്കാറ്റുമേറ്റുകൊണ്ട് തിരുമേനി കാറിന് വെളിയിൽ നിൽക്കുന്നു. വളരെയധികം വിശപ്പും ക്ഷീണവും കൊണ്ട് അദ്ദേഹം അസ്വസ്ഥനായി നിൽക്കുകയാണ്. ആ സമയം അതുവഴി വന്ന ഒരു കാറ് തിരുമേനിയെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമീപെ നിർത്തുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ആ കാറിലെ ഡ്രൈവർ തിരുമേനിയുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാനായി സഹായിച്ചുകൊണ്ടിരുന്നു. കാറിൻ്റെ ഉടമസ്ഥൻ കാറിൽ കരുതിയിരുന്ന ഫ്ലാസ്കിൽ നിന്നും ഒരു കപ്പ് ചൂട് ചായ അഭിമന്യ തിരുമേനിക്ക് ഒരു ക്ഷമാപണത്തോടെ നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്ഷമാപണം മധുരമില്ലാത്ത ചായയാണ് ഇത് എന്നുള്ളതായിരുന്നു. തിരുമേനി അതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ കരുതൽ എത്ര വിലയേറിയതാണ്. ഈ വിജനമായ പ്രദേശത്തും ദീർഘനാളുകളായി ഡയബറ്റിക് പേഷ്യൻ്റായിരുന്ന എനിക്ക് മധുരമില്ലാത്ത ചായ നൽകി എന്നെ കരുതിയ കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും
ഇന്നും കരുതുന്നവനായി കൂടെ നിൽക്കുന്നവനാണ്. ഈ കർത്താവ് ചെറിയ ചെറിയ കാര്യങ്ങളുടെ, കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാനാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്ത് ഈ കരുതുന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ വരും തലമുറയെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കിടലിൻ്റെയും പാഥയെ നൽകി ജീവിതയാത്രയിൽ തളർന്നു പോകാതെ അവരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ ഈ വർഷത്തെ നോമ്പാചരണം സാധ്യമായി തീരട്ടെ. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.